അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇവന്റെ മുഖം മൊത്തം മാറിയാണ്. പൈസ പ്രശ്നമായി. അതായത് എനിക്ക് അതിനും പൈസ ഇല്ല, അത് ട്രിവാൻഡ്രത്ത് നിന്ന് പോയിട്ട് പൈസ, ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവനാണെങ്കിൽ ചുമ പനിയായിട്ടും ഇവന് നമുക്കറിയാലോ ഈ പറഞ്ഞ പോലെ എല്ലാ റീൽസുകളും മറ്റതും മറിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ടയർഡാണ്. വെളുപ്പിന് രാത്രി 8 മണിക്ക് 9 മണി 10 മണി 12 മണിക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഓരോ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് പറ്റുന്നില്ല. ആ സമയത്താണ് ഈ പറയുന്ന പോലെ പിറ്റേ ദിവസം കാലത്ത് വെളുപ്പിന് അവിടെ പോകണം, വണ്ടി ഓടിച്ചിട്ട് നീങ്ങണില്ല. അങ്ങനത്തെ ടയർഡിലിരിക്കുന്ന സമയത്ത് ഇവൻ പുറകിലിരുന്ന് ഇത് തന്നെ ഇവൻ ചുമ അല്ലേ, ചുമ AC അടിച്ച് ചുമ, ഇവൻ ഇരുന്നിട്ട് നിർത്തണില്ല. ഞാൻ ആരാന്നറിയാമോ, വണ്ടി ഇടിച്ച് നിർത്തുന്ന സമയത്ത് കയറ്റിക്കോളാം, ഒന്നും നോക്കണ്ട, AJP ഉണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ആരെങ്കിലും വണ്ടി ഇടിച്ച് കയറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് കുറെ കുറച്ച് നീ കഴിഞ്ഞപ്പോ ഒരു വെള്ളം കുടിക്കാൻ വണ്ടി നിർത്താൻ പറഞ്ഞാൽ എനിക്കൊരു വെള്ളം കുടിക്കണം. കാരണം നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കൊണ്ട് നിർത്തുന്നപ്പോൾ ഒരു വഴക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ റീത്ത് കൂൾ ഡ്രിങ്ക്സ് കടയായിരുന്നില്ല, റീത്തിന്റെ കട എന്തായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഇത് റീത്തിന്റെ കടയായിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തോ കോമഡിയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തൃപ്രയാർ നിന്റെ പേര് റീത്ത് വെക്കേണ്ടത് തമാശക്ക് പറഞ്ഞു. അത് കേട്ട് പ്രശ്നമൊന്നുമില്ല, ഇല്ല തമാശ. അവര് ചിരിച്ചു. കാശ്മീരുടെ പേരിൽ ഞാൻ എന്തായാലും വെച്ചേക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവരും ചിരിച്ചു. എന്നിട്ട് അങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞു ചിരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മളിങ്ങോട്ട് പോകുന്നത്. പക്ഷേ കുറെ പോന്നു കഴിഞ്ഞിട്ട് ഇവന് ഇത് തന്നെ ഫ്രണ്ട് നമ്മളവിടെ ഇറങ്ങിയപ്പോ 10 മണി ഉണ്ടാവും. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മഴ. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മള് പോയ വഴി എടപ്പള്ളി വഴിയാ പോയെ. വന്ന വഴി നമ്മള് ഈ പറഞ്ഞല്ലേ അല്ലെ സ്ഥലം മാറി വഴിയേറ്റിപ്പോയി. ഒന്നാമത് വഴിയേറ്റിപ്പോയി. ഞങ്ങള് മറ്റേ റോഡ് ഹൈവേയിലേക്ക് ചാടിപ്പോയി. ചാലക്കുടി ആ കൊല്ലൂര് വഴി ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലത്തേക്ക് ചാടിപ്പോയി. അത് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അതാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്ന വഴി ഇവന്റെ പുറകിൽ നിന്നിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇതാണ് ഞാൻ മറ്റതാണ്, പിന്നെന്താണ് ഇവന് അത് കൊടുത്തില്ല, ഇവന് ബിഗ് ബോസിൽ പോകാൻ പറ്റിയില്ല, ഇനി എന്തായാലും ബിഗ് ബോസിൽ പോകണം, റീച്ചാണ് കൂട്ടണം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഇനി റീച്ച് എന്ത് സാധനം ഇട്ടാലും ഇവന്റെ റീച്ച് ഇങ്ങനെ നിൽക്കണം. ജൂസ് സാധനം നിൽക്കണം. കാരണം ആ ക്ലിക്കുന്നുണ്ട്. ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ആദ്യമേ നമ്മൾ മീഡിയ വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ നെഗറ്റീവ് മാത്രം മതി. വരും പോസിറ്റീവ് ഒരാൾ പറഞ്ഞവന് വേണ്ട. ഫുൾ നെഗറ്റീവ് കേട്ട് അത് റീച്ചാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ആളാണ് ഇവൻ. അപ്പൊ ഞാൻ വായിക്കാതെ മനസ്സിലായത്. കാരണം കുറെ നീങ്ങി കഴിഞ്ഞോടി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ വെള്ളം മേടിച്ചതാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി. ഞാനും കൂടെ ഉള്ളവരും പോയി വെള്ളം മേടിച്ചു. തിരിച്ചു വന്ന വഴി ഇവൻ പറഞ്ഞു ഞാൻ ഇനി ബാക്കിലിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മറ്റേ പയ്യൻ പോയി ഫ്രണ്ടിലിരുന്ന് ഇവൻ ബാക്കിലിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിലിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്ത് കയറിയിട്ട് ഈ ഡോറാണ് ഇവൻ തന്നെ ലോക്ക് ചെയ്ത് എൻ്റെ അവിടെ ഇരുന്നിട്ട് പിന്നെ പോവുകയാണ്. അത് തൃശ്ശൂർ കഴിഞ്ഞല്ലേ. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ധ്യാന കേന്ദ്രമൊക്കെ ഇല്ലേ, അവിടേക്ക് ഇപ്പൊ എട്ടേനാണോ കുടിക്കൂലെന്ന് അറിയില്ല. ലെഫ്റ്റിലൊരു സ്ഥലമുണ്ട്, അവിടെ കയറി വെള്ളം കുടിക്കാം. പിന്നെ രക്ഷയില്ല. പിന്നെ കയറിയിട്ട് പുറകിലിരുന്നിട്ട് ഈ വക പരിപാടി എനിക്ക് തോന്നുന്നു ഇവന് തന്നെ ഓർമ്മയില്ല എന്തൊക്കെയാണ് കാണിച്ചത്. ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്നു ഈ സംഭവം മൂർത്ത്. അപ്പൊ ഇവൻ പറയുന്നത് അനങ്ങാതിരിക്കണ വയ്യ അനങ്ങാതിരിക്കുന്ന നിർത്ത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. ആലുവിലെത്തിക്കഴിഞ്ഞ സമയത്ത് വണ്ടിയുടെ സ്റ്റിയറിംഗ് പോവാം. അത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ ചവിട്ടിയ സമയത്ത് കുറച്ച് ഫ്രണ്ടിലേക്കായിപ്പോ അത്ര നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ. സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും തീർന്നേനെ ചവിട്ടി നിർത്തിയിട്ട് ഇവൻ അപ്പൊ അതിന് മുമ്പായിട്ട് ഇല്ല വേറെ വിറ്റില്ല. ഇവന് ഒരു പറഞ്ഞ സാധനം വിറ്റുകൊണ്ട് ഒരു തമാശകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാം ഇവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഞങ്ങളെ രണ്ടുപേരും അജുവിനെയും എന്നെയൊന്നല്ല, ഇവനായി ഇരുന്നിട്ടാണ് ഈ കൈവച്ച് തോണ്ടി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ തോണ്ടും, ഈ സാധനം കാണിക്കും. പിന്നെ ഈ സമയത്ത് പോകുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് 2 പ്രാവശ്യം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സമയത്ത് കൈ വെച്ചിട്ട് 2 പ്രാവശ്യം കുത്തി. ആ സമയത്ത് ഇവന്റെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്, മുട്ടുകൈ ഇവന് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. 2 പ്രാവശ്യം കൊണ്ടിട്ടുണ്ട്. അത് എന്റെ എന്തോ ഇവിടെ ഉണ്ട് മുട്ടിയുണ്ടോ, അത് ഉറപ്പുള്ളായോ, ഞാൻ കണ്ടാണ് എന്തോ മുട്ടപ്പോ കാരണം ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടാണ് വണ്ടി ഓടിക്കണേ. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ മേത്ത് കൊള്ളും. അത് കൊണ്ടിട്ടുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. പക്ഷേ ഇവൻ അത് കഴിഞ്ഞിട്ട് ഇവനെ പിടിച്ചപ്പോൾ ആദ്യം സ്റ്റിയറിങ്ങിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് വെട്ടി കഴിഞ്ഞപ്പോൾ വണ്ടി ചവിട്ടി നിർത്തി. അപ്പൊ അപ്പോഴത്തേക്കും ആലുവ ഗ്യാരേജോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
കഴിയുന്ന സമയത്ത് ഇവരുടെ പേരനെ നീ എന്താ കാണിക്കണം, നിനക്ക് അറിയാൻ പാടാന്ന് വെച്ചിട്ട് ഈ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ബാക്കിലേക്ക് കൈ വെക്കണേ. കൈ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ സീറ്റ് ബെൽറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അവൻ ബാക്കിലേക്ക് ഞങ്ങളായി കഴിഞ്ഞപ്പോ ഷട്ടർ പിടിച്ചപ്പോ ബട്ടൺസ് അവിടെ പൊട്ടി. ആ പിടിക്കുന്ന സമയത്ത് ഇവന്റെ കൈമിൽ അങ്ങോട്ട് പിടുത്തം സംഭവം നടന്നു. സമയത്ത് കൈ മുറിഞ്ഞിട്ടുണ്ട് സംഭവമുണ്ട്. ഇവൻ അപ്പൊ തന്നെ എന്നെ കൊല്ലണേന്ന് പറഞ്ഞിട്ട് ഇവൻ ജസ്റ്റ് ഡോറ് തുറന്നു. അതാണ് കൊങ്ങയ്ക്ക് പിടിച്ചെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഷട്ടർ പിടിച്ചിട്ട് ഇതിനെ കുറെ നാളെ സഹിക്കണ്, അനങ്ങാതെ ഇരിക്കട്ടെ എന്തിനാണ് പ്രാന്ത് പിടിപ്പിക്കുന്നത് പിടിച്ചപ്പോ ബാക്കിലേക്ക് അയക്കുമ്പോ ഇവനാണ് ഈ ഫ്രണ്ടിലേക്ക് അയാൻ പറ്റിയില്ല, കാരണം സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കിയാണ്. അവൻ ബാക്കിലേക്ക് അയക്കി കഴിഞ്ഞപ്പോ സീറ്റ് ഇവന്റെ ഇത് പൊട്ടിക്കഴിഞ്ഞ് നേരെ തന്നെ ഇവൻ ഇവിടെ ചെയ്തിടണമെന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ തെരുവ് ആവശ്യം നിങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ വരുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഇവന്റെ സ്ഥിരം ഈ പെണ്ണുങ്ങളെ പറയാറില്ലേ, കറുത്ത പെണ്ണുങ്ങൾ ഇഷ്ടമല്ല, മറ്റത് ഇഷ്ടമല്ല, മറിച്ചത് ഇഷ്ടമല്ല. അപ്പൊ ഇവൻ പറയണ എടാ നീ ബിഗ് ബോസിൽ നിനക്ക് പോകാൻ പറ്റണ, നിനക്ക് അതിനുള്ള ഇത് കാര്യങ്ങൾ നമ്മൾ ജെനുവിനായിട്ട് ഇവനോട് പറയണം. അപ്പൊ നീ എന്താണ്, നീ പെലയനല്ലേ, നീ കറുത്തവനല്ലേ, നീ എന്തെന്നാണുള്ളത്, നീ എന്തെന്നാണുള്ളത്, നീ എന്താണ്, നിനക്ക് എന്ത് ഭംഗിയാണുള്ളത്, നിനക്ക് പെണ്ണിനെ കിട്ടിയില്ല, നീ കറുത്തവനല്ലേ, എനിക്ക് എന്താണ് പെണ്ണ് കിട്ടാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പെണ്ണ് കിട്ടാത്തതിന്റെ കാരണം അത് ഞാനിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ഒരാളുടെ ഇത് ഈ സംഭവം ഇങ്ങനെ ഇവ പറഞ്ഞുകൊണ്ടിരിക്കേ ഇങ്ങനെ പറഞ്ഞു ഒരാളെ എത്ര മണിക്കൂറാന്ന് വെച്ചാൽ ഞങ്ങള് 3 മണിക്കൂർ 3 എടുത്തില്ല 3 മണിക്കൂറോട് ഞങ്ങൾ എടുത്ത് 1:30 ആയെന്ന് തോന്നുന്നു. 12 അപ്പൊ അത്രയും സമയം എടുത്തു. അപ്പൊ 2.5 മണിക്കൂറോളം എടുത്ത് 1 മണിക്കൂർ ഒരാളെ വണ്ടിയിൽ എടുത്ത് ഈ ടോർച്ചറിങ് ആയി കഴിഞ്ഞാൽ ആലോചിക്കും. അതും മഴ മടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോരം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ കോമഡി പറഞ്ഞിട്ടും ഇവനെ ഞങ്ങൾ മടുക്കണം. ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ആളുണ്ട്, ഇവന് ചുമയായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കും ഓടിക്കൊണ്ടിരിക്കേ, ഒന്നനങ്ങാതിരിക്കടാ. നമുക്ക് വേറെ എന്തെങ്കിലും വേറൊരു തമാശ ഇവൻ 150 പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കുകയും. അപ്പൊ ഇവൻ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ അറിയില്ല ഇവൻ എന്തൊക്കെയാ പറഞ്ഞത്. ഇനി അങ്ങനെയല്ലേ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഇവന് പറഞ്ഞു കഴിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കൈ പോയി ഇവൻ ബാക്കി ഇവൻ നമ്മൾ മാറാൻ പറയൂലേ, നമ്മുടെ മേത്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറാൻ പറയൂല. ആ സാധനം കാണിച്ചുകൊണ്ട് ചേട്ടൻ വെറുതെ ഇരിക്കുന്നത് അത് ഇങ്ങനെ ഒരുപാട് തോണ്ടി കൈ ഇങ്ങനെ അറിയാൻ തെണ്ടി കഴിയുമ്പോഴാണ് പറഞ്ഞത്. അപ്പോ ഇതേപോലെ തന്നെ സംഭവിച്ചപ്പോ ചാണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു, എനിക്ക് ചാടി പുറത്തിറങ്ങി. ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട്. കാരണം അതാവും പറഞ്ഞോട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ചാടി പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇരിക്കുന്ന ഇറങ്ങിപ്പോയപ്പോ അവനെ ചവിട്ടണേ. ഇവൻ എന്റെ അടുത്താണ് ഇരിക്കുന്നത്, അതാണ് അത് കുഴപ്പമില്ല. ഇനിയിപ്പോ അവനത് പറഞ്ഞോട്ടെ. അപ്പൊ ഇവൻ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവൻ പുറത്തേക്ക് നീ AJP ഞാൻ എത്ര ഫാൻസ് ഉള്ളത്, എന്റെ ഫാൻസിന്റെ പിള്ളേരുടെ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലി ഈ ഡയലോഗുകളെ എനിക്കറിയാം. നമ്മളെ ഗുണ്ടയാണ് മറ്റു അടിക്കരുത്, അടിച്ചു കഴിഞ്ഞിട്ട് വേണം നീ പോകാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവന്റെ ബാഗ് ഉണ്ടെന്ന് ഇവൻ തന്നെ പറഞ്ഞു. അവന്റെ ബാഗിൽ ഞാൻ എന്തെന്ന് തടയാനാണ്? ഒരാള് ഒരു മനുഷ്യനെ പിടിപ്പിക്കുമ്പോ എത്ര രാവിലെ ഒക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾ പറഞ്ഞ 12 മണിയാകുമ്പോ സമയമായിരുന്നു. ആ സമയത്ത് ഒരാളെ വണ്ടിന്ന് ഇറക്കി ഇറങ്ങിപ്പോയപ്പോഴും നിങ്ങൾക്കൊന്ന് നിങ്ങൾ സമാധാനിപ്പിച്ചൊന്ന് വിളിച്ചു വരുത്താൻ 2 മണിക്കൂർ വേണ്ട 1.5 മണിക്കൂർ ഒരാളുടെ അടുത്ത് ഒന്ന് ചെയ്യല്ലട മര്യാദക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെന്നല്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു കേട്ടാണെന്നല്ലോ നിങ്ങൾക്ക്. അവൻ ആര് പറഞ്ഞ കേൾക്കും. തനിക്കൊന്നും കാര്യം ഇനി പ്രശ്നം പറ്റുന്ന സമയത്ത് തങ്ങളെ വിളിക്കാൻ വിളിച്ചിട്ട് പറയും. അവൻ എന്തോരം പറഞ്ഞു വിചാരിച്ചിട്ടാ. നമ്മളൊരു ആളെ പറഞ്ഞ് മനസ്സിലാക്കണതിന് ഒരു പരിധി ഉണ്ട്. അവൻ ഇറങ്ങിയിട്ട് നമ്മൾ കാണിച്ചു തരാം ഡോറ്. നമ്മൾ അവൻ്റെ അടുത്ത് ഇറങ്ങി കാര്യം മനസ്സിലാക്കുക. ഒരിക്കലും അവനോട് വണ്ടി ഇറക്കി അവിടെ വിടാൻ വേണ്ടി ചെയ്തതല്ല. അപ്പൊ നമ്മള് അവൻ ഇറങ്ങിയിട്ട് അവന് ഇനി കൂടുതൽ വിഷയങ്ങളാണ് അവൻ ഓരടച്ചിട്ട് കാണിച്ചു തരാം തെറിയും പറഞ്ഞുകൊണ്ട് അവൻ ജസ്റ്റ് അവൻ പോയി.